വചനമൊഴി ജൂലൈ 23. വചനഭാഗം 1 കോരിന്തോസ് 7:17-24, ലൂക്കായുടെ സുവിശേഷം 16:9-17. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഞാൻ നിങ്ങളോട് പറയുന്നു, അധാർമിക മാമോനെ കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചുകൊള്ളുവിൻ. അത് ഇല്ലാതാകുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കേണ്ടതിനാണിത്. ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും. ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും. അധാർമിക മാമോന്റെ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥ ധനം ആര് നിങ്ങളെ വിശ്വസിച്ചേൽപ്പിക്കും? മറ്റൊരുവന്റെ കാര്യത്തിൽ വിശ്വസ്തരല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായവ ആര് നിങ്ങൾക്ക് തരും? ഒരു ഭൃത്യന് 2 യജമാനന്മാരെ സേവിക്കാൻ സാധിക്കുകയില്ല. കാരണം ഒന്നുകിൽ അവൻ ഒരുവനെ ദ്വേഷിക്കുകയും മറ്റവനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനോട് ചേർന്ന് നിൽക്കുകയും മറ്റവനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും ഒന്നിച്ച് സേവിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. പണക്കൊതിയന്മാരായ ഫരീശയർ ഇതെല്ലാം കേട്ടപ്പോൾ അവനെ പരിഹസിച്ചു. അവൻ അവരോട് പറഞ്ഞു, മനുഷ്യരുടെ മുൻപിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ന്യായീകരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങൾ അറിയുന്നു. കാരണം മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമാണ്. നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെയായിരുന്നു. അതിനുശേഷം ദൈവരാജ്യം പ്രസംഗിക്കപ്പെടുന്നു. എല്ലാവരും ബലം പ്രയോഗിച്ച് അതിൽ പ്രവേശിക്കുന്നു. നിയമത്തിലെ ഒരു പുള്ളി ഇല്ലാതാകുന്നതിനേക്കാൾ ആകാശവും ഭൂമിയും മാറിപ്പോകുന്നതാണ് എളുപ്പം. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് സുവിശേഷത്തിലൂടെ നമ്മോട് പറയുന്നത് ദൈവത്തെയും മാമോനെയും ഒന്നിച്ച് സേവിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യമാണ്. മാമോൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തിന്റെ സമ്പത്താണ്. ഒരുപക്ഷെ ഇന്ന് തിരുവചനം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരും, എന്തുകൊണ്ടാണ് അധാർമിക സമ്പത്ത് കൊണ്ട് സ്നേഹിതന്മാരെ നേടിക്കൊള്ളാൻ തിരുവചനം പറയുന്നത് എന്ന്. അധാർമിക സമ്പത്ത് എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ സമ്പത്താണ്. യഥാർത്ഥ സമ്പത്ത് സ്വർഗരാജ്യമാണ്, സ്വർഗത്തിലുള്ള നിക്ഷേപമാണ്. ഈ ലോകത്തിന്റെ സമ്പത്തിനെ ഉദ്ദേശിച്ചാണ് അധാർമിക സമ്പത്ത് എന്ന് പറയുന്നത്. പ്രത്യേകമായിട്ട് അധാർമിക സമ്പത്ത് എന്ന് പറയുമ്പോൾ തങ്ങളുടെ ഇടയിൽ ദരിദ്രരുണ്ടായിരിക്കെ അവരുമായി പങ്കുവെക്കാതെ ഈ ലോകത്തിന്റെ സമ്പത്ത് സ്വരുക്കൂട്ടി വെക്കുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച പഴയ നിയമത്തിൽ നിന്നുമുള്ള 2ാമത്തെ വായനയിൽ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ശ്രവിച്ചതുപോലെ തങ്ങളുടെ ഇടയിലുള്ള ദരിദ്രരെ പരിഗണിക്കാതെ വയലിനോട് വയല് ചേർത്ത് വീടിനോട് വീട് ചേർത്ത് സമ്പത്ത് സ്വരൂപിച്ചു വെക്കുന്നവൻ, സഹോദരങ്ങളോട് പരിഗണനയില്ലാതെ ദരിദ്രനോട് പരിഗണനയില്ലാതെ ഈ ലോകത്തിന്റെ സമ്പത്ത് സ്വരൂപിച്ചു വെക്കുന്നത് അധാർമികമാണ്. അപ്രകാരമുള്ള സമ്പത്താണ് അധാർമിക സമ്പത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ലോകത്തിന്റെ സമ്പത്ത് പങ്കുവെച്ചുകൊണ്ട് സ്നേഹിതന്മാരെ നേടുവാനാണ് തിരുവചനം പറയുന്നത്. അപ്രകാരം പങ്കുവെക്കുന്നതിലൂടെ നിത്യകൂടാരത്തിൽ വാസമൊരുക്കുന്നുവെന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുകയാണ്. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്ത പുലർത്തിക്കൊണ്ട് വലിയ കാര്യങ്ങൾ നേടുവാനായിട്ട് പരിശ്രമിക്കുവാൻ തിരുവചനം ആവശ്യപ്പെടുന്നു. ഈ ലോകത്തിന്റെ സമ്പത്ത് ചെറുതാണ്. അത് കൈകാര്യം ചെയ്യുന്നതിൽ വിശ്വസ്ത പുലർത്തിക്കൊണ്ട് യഥാർത്ഥമായ ധനം, സ്വർഗരാജ്യത്തിൽ സ്ഥാനം നേടുന്നതിന് പരിശ്രമിക്കുവാൻ തിരുവചനം ഇന്ന് നമ്മെ ക്ഷണിക്കുന്നു. ഈ ലോകത്തിന്റെ സമ്പത്ത് പങ്കുവെച്ചുകൊണ്ട് തങ്ങളുടെ ഇടയിലുള്ള ദരിദ്രരെ പരിഗണിച്ചുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്ത പുലർത്തിക്കൊണ്ട് വിശുദ്ധിയോടെ വിശ്വസ്തയോടെ വളരുവാൻ നമുക്ക്